സമ്മതപത്രം നൽകിയിട്ടില്ലാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ലെന്ന് ധനവകുപ്പ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ 5 ദിവസം വേതനം നൽകണമെന്ന് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥന കൊടുത്തിരുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് തത്സമയം ടെലഫോണിൽ. ഷഫീദ് പറയൂ. അതായത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട സർക്കാർ ജീവനക്കാരുടെ 5 ദിവസത്തെ ശമ്പളം പിടിക്കുമെന്നുള്ളതായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സാലറി ചർച്ച സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ ഇതിനെതിരെ വലിയ തരത്തിൽ വിമർശനവും അടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് പ്രതിപക്ഷ സംഘടനകളടക്കം ഇത് കാര്യമായി നടപ്പിലാക്കിയാൽ സഹകരിക്കില്ല എന്നുള്ള ഒരു നിലപാടെടുത്തു. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അടക്കം ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർബന്ധിച്ച് സാലറി ചലഞ്ച് നടപ്പാക്കാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി നമുക്ക് പറയാനുള്ളത്. ഈ സമ്മതപത്രം നൽകിയിട്ടില്ലാത്ത ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക പിടിക്കില്ലെന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക അറിയിച്ചിട്ടുണ്ട്. 5 ദിവസത്തെ വേതനം നൽകണമെന്നുള്ള സർക്കാരിന്റെ ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഇറങ്ങുകയും ചെയ്തിരുന്നു. സമ്മതപത്രം നൽകാത്തവർക്ക് PF ലോൺ അപേക്ഷ നൽകുന്നതിന് സ്പാർക്കിൽ നിലവിൽ തടസ്സങ്ങളില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. നമുക്കപ്പം ഷഫീദ് റാവുത്തറാണ് ടെലിഫോണിൽ ചേർന്ന്.